ഓ എന്റെ കർത്താവേ, ഈ പണിയൊക്കെ ഏത് കാലത്ത് തീരാനാ? മനുഷ്യനെ സഹായിക്കാൻ ഇവിടെ ആരുമില്ല. മനുഷ്യൻ അത് മര്യാദക്ക് എങ്ങോട്ട് ചെയ്ത് അതെങ്ങാനും കരീച്ചുണ്ടല്ലോ. എന്റെ പൊന്നു ജെസി, നീ എന്തിനാ ഈ കിടന്ന് ഒച്ച വെക്കുന്ന രാവിലെ തന്നെ? എന്താ നിന്റെ പ്രശ്നം? അത് ആദ്യം ഒന്ന് പറയോ. പ്രശ്നല്ലേ? ഞാൻ പറഞ്ഞു തരാം. അല്ല, ഞാൻ ആരാ? ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാണോ? അറിയാണ്ട് ചോദിക്കുക. ഏത് നേരം നോക്കിയാലും ഈ വീട്ടിലെ പണിയാണ്. ഒരു മകളുണ്ട്, എന്തിനാണോ എന്ന് എനിക്കറിയില്ല. എന്നെ സഹായിക്കാൻ വേണ്ടി ഈ കിച്ചണിന്റെ ഭാഗത്തോട്ട് തിരിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ? സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുണ്ടല്ലോ. നിങ്ങൾ അവളെ വഷളാക്കുന്നേ. ആ ബെസ്റ്റ്, അതും എന്റെ തലയിലാക്കിയോ? ആ തലയിലാക്കിയപ്പോ സമാധാനമായോ? എടി, അവള് കുഞ്ഞല്ലേ, ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ടല്ലേ അവളെ കിച്ചണിലൊന്നും കേറ്റാത്തത്. ഒരു കുഞ്ഞ് പറച്ചിലാട്ടാത്തൊന്നും ഇന്നലെ മെല്ലെ നഴ്സറി കൊണ്ട് ചേർത്തിട്ട് പോകും. ഈശ്വരൻ, നഴ്സറിയുടെ കാര്യം പറഞ്ഞപ്പോ ഇത് മനുഷ്യ അവൾ ഇട്ടതിനായിട്ട് എണീറ്റിട്ടുണ്ടാവില്ല. അവൾക്ക് ഫസ്റ്റ് ഡേ അല്ലേ കോളേജില്. ഇവള് ഞാൻ വിളിച്ചിട്ട് വരട്ടെ, അങ്ങോട്ട് മാറി നിന്നേ. എടി, അവളെ പോയി വിളിക്കൊന്നും വേണ്ട, അവൾ ഇങ്ങോട്ട് എണീറ്റ് വന്നോളൂ. അവള് ചെറിയ കുട്ടിയൊന്നുമല്ലോ, അവൾ ഇങ്ങോട്ട് എണീറ്റ് വരാൻ അറിയാം. പിന്നെ ടൈം ആയിട്ടില്ല, 9:30 ക്ലാസ്. ഇപ്പൊ ടൈം 8:45. എന്താ പറഞ്ഞേ? നിങ്ങളല്ല അപ്പഴേ പറഞ്ഞു അവള് കുഞ്ഞു കുട്ടിയാന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല, അച്ഛനെ പോലെയല്ലേ മക്കളും വരും. ബെഡ് കണ്ട അപ്പ ശവം. എന്റെ പൊന്നോ, മൂത്തത് ഇങ്ങനെ, ഇളയത് അവിടെ എന്ത് കാണിക്കാണോ എന്തോ. ഇനി എപ്പോഴാ ഇളയപ്പോൾ അടുത്ത പണിയും വാങ്ങിട്ട് ഇങ്ങോട്ട് വരിക? ഞാൻ പോയി വിളിക്കട്ടെ അവളെ. ലച്ചു, മര്യാദക്ക് എണീറ്റോ? ഞാൻ അങ്ങോട്ട് വന്ന് നിനക്കിപ്പോ എന്റെ കിട്ടാനാ? അതെങ്ങനെയാ? പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് വെച്ചേ, നമുക്കിന്ന് ഫസ്റ്റ് ഡേ അല്ലേ, കോളേജിൽ പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കാനാണോ? എന്താ ജോലിത്തന്നെ വന്നോളൂ. മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട്. അമ്മയ്ക്ക് ഉറക്കമൊന്നുമില്ലേ? അവിടെ പോയി കിടന്ന് ഉറങ്ങ്, അല്ലെങ്കിൽ എന്നാ ഇവിടെ വന്ന് ഉറങ്ങ്. തേങ്ങാക്കൊലം എഴുതി പോവണേ, അല്ലെങ്കിൽ തനിക്കൊരു വെള്ളം കുരി വയ്ക്കും. കുറെ നേരമേ. അയ്യോ, എന്താ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ എത്തും, പോയി കുളിക്കട്ടെ. ഇങ്ങനെ പോയ എന്റെ മൂള് കുറെ പോയിക്കൊണ്ടിരിക്കും. വേഗം പോയി കുളിച്ചിട്ട് താഴോട്ട് വന്നു. ഇനി ഇങ്ങോട്ടൊരു തവണ കൂടി വരുത്തിച്ച പറഞ്ഞ പോലെ ചെയ്യുന്ന ആള് അമ്മ. വേഗം പോയി പല്ല് തേക്കാം. പല്ല് നന്നായി തേച്ചാലേ കളറ് വെക്കും. എന്റെ പൊന്നോ, ഇവിടെ ആരെയും കാണാനില്ലാലോ. എല്ലാവരും എവിടെ പോയി? അതെ, തമ്പുരാട്ടി ഒന്ന് ഇങ്ങോട്ട് നോക്കിക്കേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്റെ പൊന്നിലിച്ച്, നിനക്കൊന്ന് നേരത്തെ എണീച്ചൂടെ? നീ കാരണം ഇപ്പൊ എനിക്കും കിട്ടി. മിസ്റ്റർ മാത്യു എബ്രഹാം, വല്ലപ്പോഴും മാതാശ്രീയുടെ കയ്യിൽ നിന്ന് ചീത്ത കിട്ടുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ വല്ലപ്പോഴും എന്തിനാ പറയുന്നേ? എനിക്ക് എപ്പോഴും ചീത്ത കേട്ടുകൊണ്ടിരിക്കല്ലേ നിന്റെ അമ്മന്റെ കയ്യിൽ നിന്ന്. അത് നീയൊക്കെ കാരണം. ഞാൻ ചെയ്യാത്ത തെറ്റിന് എനിക്ക് എപ്പോഴും ചീത്ത. ഓ പിന്നെ പറച്ചിലേട്ടാതൊന്നും ഞാൻ നിങ്ങളെ എപ്പോഴും ചീത്ത പറയാന്ന്. മനുഷ്യ, നിങ്ങൾ ഇവളന്മാരെ കൊഞ്ചിച്ച് വഷളാക്കുന്നതുകൊണ്ടല്ലേ ഇതുപോലെയുള്ള സന്താനങ്ങളെ കൊഞ്ചിക്കുമ്പോ ഇങ്ങനെ കുറച്ച് ചീത്ത കേട്ടോണ്ടിരിക്കും. അതങ്ങ് സഹിക്കുക. പിന്നെ തന്നെ വേഗം തിന്നിട്ട് പോവാൻ നോക്കിക്കോ. സ്വന്തം കോളേജാ പറഞ്ഞിട്ട് ഒരുപാട് വൈകിപ്പിക്കാനൊന്നും നിൽക്കണ്ട. ഫസ്റ്റ് ഡേ ആണ്, വേഗം പോയി ക്ലാസ്സിൽ കയറി ഇടുന്നു. അല്ലെങ്കിൽ നീ ഇപ്പൊ കഴിച്ചു കഴിയില്ലെങ്കിൽ നീ ലാസ്റ്റ് ഒറ്റയ്ക്ക് ബസ്സിൽ പോകേണ്ടി വരും. ഇച്ചായം കൊണ്ടുവിടാനും നീ നോക്കുക വേണ്ട. ഇച്ചായ, നിങ്ങൾ പോവാൻ നോക്കിക്കോ. ഇവളിങ്ങനെ പോയി ഇപ്പൊന്നും കഴിച്ചു തീർക്കും തോന്നുന്നില്ല. ഇവിടെ ഒറ്റയ്ക്ക് കയറി പോട്ടെ. അമ്മച്ചി, ഒരു 5 minutes, ഞാൻ ഇപ്പൊ കഴിച്ചു തീർക്കാതെ എന്നെ കൂട്ടാണ്ട് പോകല്ലേ. നീ പതിയെ കഴിച്ചോടി. നിന്റെ മമ്മി പലതും പറയും, ഞാൻ നിന്നെ കൂട്ടാണ്ടൊന്നും പോവത്തില്ല. അതാണ് എന്റെ പപ്പ. പപ്പ ഇപ്പൊ പോവാതെ നമുക്ക്. ശരി, ബൈ.
സുഷുവരണേ. ആ പിന്നെ വിളിച്ചു. ബൈ. ഒരു പ്രശ്നത്തിന് നിൽക്കല്ലോ കേട്ടോ. എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ പൂച്ചാനോട് പറയാൻ മറക്കല്. ശരി മോളെ, ബൈ. സുഷു കേട്ടോ. അങ്ങനെ കോളേജ് എത്തി. നല്ല വിചാരിച്ച കോളേജ്. എനിക്ക് ഉറക്കം വരുന്നു. ഇത് പെണ്ണെ മിണ്ടാണ്ട് പൊക്കോ അങ്ങോട്ട്. ഒന്നില്ലേ നിന്റെ അമ്മച്ചി പറയണ ഞാനാ നിന്നെ വഷളാക്കുന്നത്. ഇതും കൂടി ആണ്. ക്ലാസ്സിൽ കിടന്ന് ഇങ്ങനെ ഉറങ്ങിയാണ്ടല്ലോ ബാക്കി അപ്പോ. ശരി സൂക്ഷിച്ചു പോയിട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓഫീസിലോട്ട് വാ. അതേതാ കൊച്ച്? അതിനൊന്നും ഇങ്ങോട്ട് വിളിച്ചേ. ഒറ്റയ്ക്കാണല്ലോ നടത്താം. എവിടെ? ശരിയാ. ഏയ് ദേ കൊച്ചേ, നിന്നെ തന്നെ ഇങ്ങോട്ട് വാ. എന്നെയാണോ? സീരിയസാ തോന്നുന്നു. പോകണോ? ആ, എന്തായാലും പോയി നോക്കാം. നിനക്കെന്താടി ഞങ്ങളെ വിളിച്ച് കേട്ടില്ലേ? വരാനൊരു താമസം. അത് പിന്നെ ചേച്ചി, ഞാൻ കേട്ടില്ലായിരുന്നു, അതാ. ഓക്കേ ഓക്കേ. അല്ല, എന്താ മോളുടെ പേര്? ലയ മാത്യു. ലേ കൊച്ചി. സിംഗിൾ ആണോ അതോ ഏതെങ്കിലും റിലേഷൻ ഉണ്ടോ? എടാ ജാക്സ, റിലേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉണ്ട്, അതൊന്നും നമ്മളെ ബാധിക്കുന്നുള്ളല്ലോ. ഇതൊക്കൊരു പണി കൊടുക്കണ്ടേ? എന്താ ഇപ്പൊ കൊടുക്ക? ആ, കിട്ടിട്ടു. എന്നെ മോളെ, ഇവനെ എന്നെ കിസ് ചെയ്തേ. വാട്ട്? നോ, എന്നെ കൊണ്ട് പറ്റില്ല ചേച്ചി, ഞാനത് ചെയ്യില്ല. ഞാനത് കംപ്ലൈന്റ് ചെയ്യും. ഉറപ്പായിട്ട് ഞാനത് പ്രിൻസിപ്പലിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യും. ഓ, പൂച്ചക്കുട്ടിയൊന്നും അല്ല അപ്പോ, പുലിക്കുട്ടിയാണ്. നീ ഇവിടുന്ന് കിസ് ചെയ്യാതെ പോകുന്നത് എനിക്കൊന്ന് കാണണമല്ലോ. ഏയ്, എന്റെ കൊയ്യൊന്ന് വിടാനല്ലേ പറഞ്ഞേ? ഡീ, നീ എന്നെ തല്ലിയില്ലേ? എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ തല്ലും. നിന്നെ ഞാൻ. ഏയ് ജാക്സൺ, വേണ്ട, ഞാൻ വരുന്നുണ്ട്. എന്താണ് പ്രശ്നം? ജാക്സ, നിന്നോട് ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ റാഗിങ് പാടില്ല എന്ന്. റയാൻ, നീ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഇവളെന്നെ തല്ലി. അതിനുള്ളത് ഞാൻ ഇവൾക്ക് കൊടുത്തിരിക്കും. അതിൽ നീ എന്നല്ല ആര് വന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നീ ഒന്നും ചെയ്യില്ല. ഡോ, താൻ ക്ലാസ്സിൽ പോകാൻ നോക്കിക്കേ. പിന്നെ ജാക്സ, ഇനി ഇത് ആവർത്തിക്കരുത്. അവളെ രക്ഷിക്കാൻ നീ ആരടാ? അവളുടെ രക്ഷകനോ? അതോ അവളിനി നിന്റെ സെറ്റപ്പ് വല്ലതാണോടാ? നിന്നെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല പെണ്ണ്. ഡാ, റയാൻ, മതി. നീ ഒന്ന് വന്നേ. അവൻ എന്തെങ്കിലും സംഭവിക്കും. നിർത്താനല്ലേ പറഞ്ഞ്. ഡാ, നിർത്തിക്കേ. അഭി, നീ വിട്ടെ. അവന് ഇന്ന് ഞാൻ അവൻ പറഞ്ഞതിന് അവനെ. മതി, നിർത്തിക്കേ. എനിക്ക് പേടിയാവുന്നുണ്ട്. എന്ത് അടിയായിരുന്നടാ റയാനെ അത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്കൊന്നും മനസ്സിലാകത്തോണ്ടോ. നിങ്ങൾക്ക് രണ്ടുപേർക്കും മുന്നേ വല്ല പരിചയമുണ്ടോ? പിന്നെ എന്റെ വൈഫിനെ എനിക്കെല്ലാം നിനക്ക് വല്ല പരിചയം ഉണ്ടാവോ? വൈഫോ? ഏത് വകയില്? ഒന്ന് പോടെടുക്കാം. അവൻ കൊഞ്ചാൻ ഇരിക്ക. എന്റെ പൊന്നു, എനിക്കിപ്പഴേ നല്ല ജീവൻ വന്നു. അതൊക്കെ ഒരു വകയിൽ എന്റെ ഭാര്യയെ. പിന്നെ അവന് എൻ്റെ അടുത്ത് തന്നെ കുറവുണ്ടായിരുന്നു, അത് ഞാൻ കൊടുത്തു, അത്രേ ഉള്ളൂ. അതിന് വേറെ ഒന്നുമില്ല. വെയിറ്റ്, ഇതാണല്ലേ അച്ചു? നടക്കട്ടെ നടക്കട്ടെ. അപ്പൊ സിസ്റ്റർ, നമുക്ക് പിന്നെ പരിചയപ്പെടാവേ. ഞാൻ എന്തായാലും സുഖത്തില്ല, കട്ടുറുമ്പാവുന്നില്ല. ബൈ. ഡാ, പിന്നൊരു കാര്യം. പിന്നെ ഇന്ന് ഇവിടെ നടന്നതൊന്നും ഏതിനും അറിയണ്ട. ഞാനായതുകൊണ്ട് ആ ജാക്സൺ ഇങ്ങനെ നടക്കുന്നതിലും ഉണ്ട്.
ഏതിനാണെങ്കിൽ അറിയാലോ, അവന് പൈസ കിടന്നിട്ടുണ്ടാവും. വെറുതെ ഏതിൻ്റെ അടുത്ത് പോയി പറഞ്ഞ് പ്രശ്നം വലുതാക്കണ്ട. ആടാ, അത് ഞാൻ നോക്കിക്കോളാം. പറഞ്ഞ ഏതിനാടെ അവനെ കണ്ടില്ലല്ലോ. ആ, അവൻ ഗ്രൗണ്ടിൽ കാണും. ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ അല്ലേ. മറ്റന്നാള് ഇവർക്ക് മാച്ച് ഉണ്ടല്ലോ, അതുകൊണ്ട് ഫുൾ ടൈം പ്രാക്ടീസ് ആയിരിക്കും. ഗ്രൗണ്ടിൽ പോയ എപ്പോ കാണാം. കുറച്ച് കഴിഞ്ഞിട്ട് വരാ പറഞ്ഞു അവൻ. ഓക്കെ, എന്നാ പിന്നെ ബൈ. ലിച്ചൂസേ, കോടപെട്ടി. ഞാൻ പോകൂല. ലിച്ചു, മിണ്ടടി. ഓ എന്താ മനുഷ്യനായിട്ട് സമാധാനം തരത്തില്ലേ? വെറുതെ കിടന്ന് ലച്ചു ലച്ചു വിളിച്ചോളൂ. കാര്യം പറ അങ്ങോട്ട്. ഇത് സോറി, അവൻ നിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടല്ലോ ഞാൻ അവന് പോയി രണ്ടെണ്ണം പൊട്ടിച്ചത്. ഒരു സോറി, എന്റെ മുത്തുള്ള എന്നോട് ഒന്ന് ക്ഷമിക്കും. ഞാൻ നിങ്ങളെ ചെയ്യത്തില്ല പ്ലീസ്. ഓക്കെ. ശരിക്കും നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. അത് നടക്കില്ല മോനെ ചായ. ആ കയ്യിലിരിപ്പങ്ങ് കൈ തന്നെ വെച്ചാ മതി. അത് പറ്റത്തില്ലല്ലോ മോളെ, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. വിതയിൽ നിലവായി മുഴത്തേൻ പെണ്ണീൻ വിഴിയിൽ എനെ തൊലത്തേൻ മഴയിൻ ഇസ കേട്ട് മലരേ തലയാട്ട് മഴലൈ മൊഴി പോലെ മനതിൽ ഒരു പാട്ട് ഇനി നീയും നാനും ഒன்றாய் சேர்ந்தால் காதல் இரண்டு எழுத்து வெண்ணீன் விதையில் நிலவாய் முளைத்தேன் പെണ്ണീൻ വിഴിയിൽ എനെ. ആ, വന്നല്ലോ ചെയർമാൻ. എങ്ങനെയുണ്ട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ? പിള്ളേരൊക്കെ ഓക്കെ അല്ലേ? പിള്ളേരൊന്നും കുഴപ്പമില്ല, എല്ലാവരും ഓക്കെയാണ്. അല്ല, അവനെവിടെ? കാണാനില്ലല്ലോ. ഞാനിവിടെ തന്നെ ഉണ്ട്. നീ എപ്പോ വന്നു? പ്രാക്ടീസ് ഒക്കെ എങ്ങനെയുണ്ട്? എന്നിട്ട് മാറി നിൽക്ക് ചെക്ക. ഹായ്, ഇതാണല്ലേ കോളേജ് ഹീറോ, പിള്ളേരുടെയൊക്കെ ക്രഷ്. ആ, ഇതാണ് കോളേജ് റൂം. എന്റെ കുഞ്ഞുമ്മ ഒരുപാട് ഹായ് പറഞ്ഞു പോകണ്ട. ഇവിടെ നിന്നിട്ട് ഡാളിയ പരിചയപ്പെടുത്തില്ല എന്ന് പറയണ്ട. ഇതാണ് എന്റെ ലിച്ചു, ലയ. ഓക്കെ ഓക്കെ ഓക്കെ. ഹായ് ലയ, ഏതാ ഡിപ്പാർട്ട്മെന്റ്? ലയാന്നൊന്നും വിളിച്ച് കഷ്ടപ്പെടണ്ട, ലിച്ചു എന്ന് വിളിച്ചാൽ മതി. ഞാൻ BSc സൈക്കോളജി. ഓ, സൈക്കോളജി ആണോ? അപ്പൊ ഞങ്ങളുടെ ജൂനിയർ ആണെന്ന് അർത്ഥം. പിന്നെ ഈ കോളേജിന്റെ ഓണറുമാണ് തമ്പ്രാട്ടി. നമ്മുടെ പ്രിൻസിപ്പളിന്റെ മോളാണിത്. ശരിക്കും? സീന്. അല്ല, തന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? നിങ്ങളുടെ പ്രിൻസിപ്പൾ എങ്ങനെയാ വീട്ടില്? അച്ഛൻ പാവ വീട്ടില്. പിന്നെ വീട്ടില് അമ്മ, അച്ഛൻ, ഞാൻ, പിന്നെ ഒരു അനിയത്തിയും കൂടി ഉണ്ട്. അമ്മ ഹൗസ് വൈഫാണ്. അനിയത്തി ഡിഗ്രി ഫസ്റ്റ് ഇയർ, ബാംഗ്ലൂര് ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നു. അതെന്താ രണ്ടുപേരും ഫസ്റ്റ് ഇയർ? ട്വിൻസ് ആണോ? ഇല്ല, ഞങ്ങള് രണ്ടുപേരും തമ്മിൽ 2 years ഗ്യാപ്പ് ഉണ്ട്. സംഭവം എന്താന്ന് വെച്ചാ ഞാൻ പ്ലസ് ടു എക്സാം എഴുതാൻ നിൽക്കുന്ന ടൈമില് എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു. അങ്ങനെ അതുകൊണ്ട് എനിക്ക് ആ ഒരു എക്സാം എഴുതാൻ പറ്റിയില്ല. പിന്നെ നെക്സ്റ്റ് ഇയർ ഞാൻ എഴുതാൻ പോകുന്ന ടൈമിൽ ഞാൻ ലണ്ടനിൽ പെട്ടു. അപ്പോഴും എനിക്ക് എഴുതാൻ പറ്റില്ല. പിന്നെ 3-ാമത്തെ തവണ അവളുടെ ഒപ്പം എഴുതിയത്. ഓ, അങ്ങനെ. ഏതനേട്ടാ, ഏട്ടനെ പ്രിൻസിപ്പൾ വിളിക്കുന്നുണ്ട്. ആ, ഓക്കെ, ഞാൻ വന്നോളാം. നീ പൊക്കോ. എന്താടാ കാര്യം? എന്തോലും പ്രശ്നമുണ്ടോ? അതൊന്നും ആയിരിക്കില്ല. ചിലപ്പോ ഫ്രഷേഴ്സ് ഡേ പറ്റി പറയാൻ വിളിക്കായിരിക്കും. ഞാൻ എന്തായാലും ഒന്ന് പോട്ടെ. ശരി എന്നാ. ഉം. ഇതെന്താ രാവിലെ തന്നെ ഒരു ബഹളം? ഞായറാഴ്ച ഉറങ്ങാനും പറ്റില്ല.
ഞാൻ കാര്യങ്ങൾ പറയുമ്പോ എല്ലാവർക്കും തമാശ, അച്ഛനും മക്കൾക്കൊക്കെ തമാശ. അനുഭവിക്കേ ഞാൻ ആരും ഒന്നും പറയുന്നില്ല. നിങ്ങൾ ഒറ്റ ഒരാളെ രണ്ടെണ്ണത്തിനെയും വഷളാക്കി വെക്കുന്നേ. ഇപ്പൊ വിളിച്ച് കേട്ടപ്പോ സമാധാനമായിട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ. നിങ്ങൾ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിട്ടുണ്ട് രണ്ട് പേരെയും. അതെങ്ങനെ ഒന്നിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, രണ്ടെണ്ണത്തിനും പറയണമല്ലോ. എന്താ എന്താ അവിടെ പ്രശ്നം? ആ, കയറി വരാൻ പറ്റിയ സമയം, നല്ല ടൈമിങ്. ഇപ്പൊ കിട്ടും അവൾക്കും ഒപ്പം എനിക്കും. ആ വന്നല്ലേ പള്ളിയോർക്കം കഴിഞ്ഞിട്ട് തമ്പുരാട്ടി. എന്തിനാ എണീറ്റ് വന്നേ? പോയി ഉറങ്ങിക്കൂടെ? വേണോ ഞാൻ താരാട്ടുപാട്ട് വന്ന് പാടിത്തരാ. ഞാനെങ്കിൽ പോയി ഉറങ്ങാൻ. ഓ, പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. അതെങ്ങനെ തന്റെ കണ്ടിട്ടല്ലേ മക്കളും പഠിക്കുന്നേ? എല്ലാം കണക്കാ, എല്ലാം. ഒന്നിനെ മാത്രം എന്തിനാ ഞാൻ പറയേണ്ട ആവശ്യം? നിന്നെ കണ്ടിട്ട് അവളും പഠിക്കുന്നേ. ഇപ്പൊ അവള് എനിക്ക് ദേഷ്യം വരുന്നു. ആ ടീച്ചർ വിളിച്ചപ്പോ എന്റെ തൊലി ഇടിഞ്ഞു പോയി. വേറെ നാട്ടിൽ പോയിട്ട് അവിടുന്ന് പണി വാങ്ങിയിട്ട് വരിക. ഓ, എന്താ ഇതിനൊക്കെ? ഇതിനൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഈ പോത്തിന്റെ ചെവിയിൽ വേദൂതിയിട്ട് കാര്യമില്ല എന്ന് പറയില്ല. അതന്നെയാണ് ഇവിടെ, അതന്നെ. ഒന്നും പറയാൻ പറ്റില്ല ഇവിടെ. എല്ലാം വലിയ ഇതുപോലെ കാണിക്കില്ലേ. അതെ, ഒരു മിനിറ്റ്. എന്താ സംഭവം എന്ന് ആരെങ്കിലും ഒന്ന് പറയോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാ. പ്ലീസ്. അത് വേറെ ഒന്നുമല്ല, എന്റെ രണ്ടാമത്തെ മോളില്ലേ, നിന്റെ പെങ്ങള്, അവളുടെ കോളേജിൽ നിന്ന് വിളിച്ചായിരുന്നു. ഏതോ ഹിന്ദി ചെക്കന്റെ കൈയും കാലും തല്ലിയൊടിച്ചു വന്നിട്ട്. വാട്ട്? കയ്യും കാലും തല്ലിയൊടിക്കേ? ഒന്ന് തെളിച്ചു പറഞ്ഞേ. അത് ഇവള് കോളേജിൽ പോയപ്പോ ഇവളെ എന്തോ റാഗ് ചെയ്യാൻ വന്നപ്പോ ഇവളുടെ കൈ കയറി പിടിച്ചു, കിസ് ചെയ്യാൻ വന്നു, അങ്ങനെ എന്തോ പറഞ്ഞു. ഇവളുടെ കൈ കയറി പിടിച്ചപ്പോ അവള് കയറി അങ്ങോട്ട് ഒരെണ്ണം കൊടുത്തു. അപ്പൊ ആ ചെക്ക് അവളെ തിരിച്ചു ഒരെണ്ണം കൊടുത്തു. നിനക്ക് അറിയണതല്ല അവളുടെ സ്വഭാവം. അവളുടെ ദേഹം വേദനിച്ച് അവൾ എങ്ങനെ റിയാക്ട് ചെയ്യാന്ന്. അവൾ അങ്ങോട്ട് കണക്കിന് കൊടുത്തു. അതാണ് പ്രശ്നം. ഓ, എന്ത് സിമ്പിളായിട്ടാ പറയുന്നത്. എന്താണ് പ്രശ്നം? ഇതൊരു പ്രശ്നമല്ലേ? കോളേജായ റാങ്കിങ് ഒക്കെ കാണും. എന്തോ ഭാഗ്യം ആ ചെക്കന്റെ ഭാഗത്തെ തെറ്റുകൊണ്ട് പോലീസ് കേസ് ആയില്ല. അല്ലെങ്കിൽ ഇപ്പൊ പോലീസ് കേസായി മോള് ജയിലിൽ പോയി കാണേണ്ടി വന്നേ. അവളോട് ഞാൻ 1000 തവണ പറഞ്ഞു, സ്വന്തമായിട്ടൊരു കോളേജ് ഉണ്ട്, ഇവിടെ പഠിക്കും, ഇവിടെ വെച്ചിട്ടെ ഇങ്ങോട്ട് വരാൻ പറ. അവിടെ നിക്കണ്ട പറ. എനിക്കൊരു സമാധാനമില്ല. ആൺപിള്ളേരല്ലേ, എന്തെങ്കിലുമൊക്കെ നീ ഇതിന്റെ പ്രതികാരം പക പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് ഉള്ളിലൊരു പേടി പോലെ. നിങ്ങൾ പറഞ്ഞാലോ അവളെ കേൾക്കത്തുള്ളൂ. പ്ലീസ് ചായ ഒന്ന് വിളിച്ചിട്ട് അവളോട് വരാൻ പറ ഇങ്ങോട്ട്. എനിക്കൊന്ന് അവളെ കണ്ടാൽ മതി. മനസ്സിൽ മൊത്തൊരു തീ പോലെ. എനിക്കറിയില്ലെന്ന് അവളെ വിളിക്കേ. നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് മനസ്സിലാവും നിന്റെ ടെൻഷൻ. നീ ടെൻഷൻ അടിക്കേണ്ട, അവൾക്കൊന്നും സംഭവിക്കത്തില്ല. പിന്നെ കോഴ്സ് സ്റ്റാർട്ട് ആയതല്ലേ ഉള്ളൂ. അവൾ അങ്ങനെയൊന്നും ശരി, നീ ഇങ്ങനെ ടെൻഷൻ ആവണ്ട. ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. ഹലോ, ഹലോ മോളെ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഫൈൻ പപ്പ. എന്താ വിളിച്ചേ? അത് പിന്നെ മോളെ, സിച്ചു, നീ നാട്ടിലേക്കൊന്ന് വാടി. മമ്മിക്ക് നല്ല ടെൻഷനുണ്ട് ആ പ്രശ്നമൊക്കെ കാരണം. ഇനി അവന്മാര് നിന്ന വലുതും ചെയ്യുമെന്നാ മമ്മിയുടെ പേടി. നീ ഒന്ന് വായോ. സോറി പപ്പ, വരാൻ പറ്റില്ല. കോഴ്സ് നിങ്ങൾ സ്റ്റാർട്ട് ആയതേ ഉള്ളൂ. പിന്നെ മമ്മിയോട് പറഞ്ഞേക്ക് അവന്മാരെന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. അതോടത്ത് ആരും ടെൻഷൻ ആവണ്ട. ഞാൻ വെക്കേഷന് വരാം നാട്ടിലോട്ട്. ആ, വന്നല്ലോ നമ്മുടെ ലച്ചൂസ്. നിന്നെ രാവിലെ ഒന്നും കണ്ടില്ലല്ലോ. അത് പിന്നെ ഏട്ടാ, ഞാന് വരാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ നേരെ ക്ലാസ്സിലോട്ടാ പോയത്. അതാ ഞാൻ ഇപ്പൊ ബ്രേക്കിന് വന്നത്. വരാൻ ലേറ്റ് ആയിന്നല്ല, എണീക്കാൻ ലേറ്റ് ആയെന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് അല്ല മോളെ? ഓഹോ, അതെ, എണീക്കാൻ തന്നെ ലേറ്റ് ആയത്. നീ എന്നെ രാത്രി വിളിച്ചോണ്ടാ എനിക്ക് എണീക്കാൻ പറ്റാതിരുന്ന രാവിലെ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇനി മുതൽ നിന്നെ രാത്രി വിളിക്കുന്ന പരിപാടി അങ്ങ് നിർത്തി. നീ വിളിച്ചാൽ നീ കോൾ എടുക്കില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് രാവിലെ വരികയും ചെയ്യാം, നേരത്തെ എണീക്കുകയും ചെയ്യാം. പോരെ? ലച്ചൂസ് എന്നിട്ട് അങ്ങനെയൊന്നും പറയില്ല. ഞാനൊരു ഓളത്തിന് പറഞ്ഞതാ. കോൾ എടുക്കണേടി, നീ നേരത്തെ വരണം. നീ വൈകി വന്നാൽ മതി, ഒരു കുഴപ്പമില്ല. പോടാ. അല്ല, ഏതനേട്ടന് എന്ത് പറ്റി? ഒരു മ്ലാനതാ. ഏയ്, അതൊന്നും അല്ലടാ. ഫുട്ബോളിന്റെ സ്ട്രെസ്സും ടെൻഷനും കാരണം, വേറെ ഒന്നുമല്ല. ഹേയ്, ഹായ് ഏതൻ.
ബിസിയാണോ? കുറച്ച് കാര്യം പറയാം. ഉം, എന്താ കാര്യം പറ. അത് പിന്നെ ഏട്ടൻ, എനിക്ക് നിന്നെ ഫസ്റ്റ് ഇയർ മുതൽ ഇഷ്ടമാണ്. സോ ഐ ലവ് യു. എക്സെപ്റ്റ് ചെയ്യൂ. സ്റ്റോപ്പ് ഇറ്റ്. ഇപ്പൊ പറഞ്ഞതിരിക്കട്ടെ. ഇനി എങ്ങാനും ഇഷ്ടം, പ്രേമം, ലവ്, അത് മണ്ണാകട്ടെ ഇത് പറഞ്ഞിട്ട് എന്റെ പിന്നാലെ എങ്ങാനും നടന്ന എന്റെ സ്വഭാവം നീ ശരിക്കും അറിയും. ബെല്ലടിച്ചു, ക്ലാസ്സിൽ പോവാൻ നോക്ക്. നമ്മൾ എന്ത് നോക്കുക? വാ പോവാം. ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. ഏട്ടൻ, നീ എനിക്കുള്ളതാ. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. അതേതാടി പുതിയൊരായിട്ടും. അതിനൊന്ന് ഇങ്ങോട്ട് വിളിച്ചേ. ഡി കൊച്ചേ, നിന്നെ തന്നെ. ഇങ്ങോട്ടൊന്ന് വന്നേ. എന്നെയോ? എന്താ? നിന്നെ തന്നെ. ടൈം എത്രയായി എന്റെ പൊന്നുമോളൊന്ന് പറഞ്ഞേ. 2 o'clock. 2 മണി. ഒരു കോളേജിൽ കയറുന്ന സമയമാണോ ഇത്? നിന്റെ തന്തയുടെ വകയാണ് കോളേജിൽ നിനക്ക് തോന്നുമ്പോ കേറാൻ. അതേടാ, എന്റെ തന്തയുടെ വകേനാ കോളേജ്. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ ഈ ഡി പൊടിന്ന് വിളിക്കുന്നത് അത് നീ അങ്ങ് നിന്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി. ഇങ്ങോട്ട് ഇറക്കേണ്ട ആവശ്യമില്ല. ഇനി മേലെ ഇത് ആവർത്തിച്ച നിക്കടി അവിടെ. എങ്ങോട്ടാടി പഞ്ച് ഡയറി കുറിച്ചിട്ട് ഓടാൻ നോക്കുന്നത്? നിന്നെ ഇനി ഇവിടുന്ന് വിട്ടിട്ട് വേണ്ടേ നിനക്ക് ഇനി ഇവിടുന്ന് പോവാൻ? സോറി പറയടി. എന്റെ കയ്യിന്ന് വിട്. അയ്യോ, ഞാനങ്ങ് പേടിച്ചു പോയി. നീ ഇവിടുന്ന് സോറി പറഞ്ഞിട്ടേ പോവത്തുള്ളൂ. പിന്നെ നിന്നെ ഇവിടുന്ന് വിടാൻ എനിക്കിപ്പോ ഒരു ഉദ്ദേശമില്ല. ഇത് ഓക്കെ. എന്താ അളിയാ? ഓ, നിങ്ങളവിടെ ചൊല്ലിക്കൊണ്ടിരിക്കാണ് ഒരു വലിയ സംഭവം നടക്കുമ്പോ. ആ, എന്തായാലും 3 ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്താ ബേട്ടാ? എന്താ പ്രശ്നം? അത് തന്നെ. എന്താടാ ബി, കാര്യം പറ. നീ എന്തിനാ ഓടി വന്നേ? എന്തെങ്കിലും സീനുണ്ടോ? എന്താ, കോളേജിന്റെ ഫ്രണ്ടിൽ ഒരു വലിയ അടി നടക്കുന്നുണ്ട്. അടിയല്ലേ? അതിനാണ് നീ ഇപ്പൊ ഇങ്ങനെ ഓടി വന്നേ? അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതങ്ങനെയല്ല. ഒരു പെങ്കുച്ച് ആ ജാക്സൺ അവന്റെ ടീമിന്റെ നേരത്തി പൊട്ടിക്കുന്നുണ്ട്. ജാക്സനൊക്കെ ഏറി പറക്കണു. വേഗം വന്നാ കാണാട്ടാ, അല്ലെങ്കിൽ മിസ്സോ. സീന് ഫൈറ്റ്. പെൺകൊച്ചോ? എടാ, ഏതാ നീ ഒന്ന് വന്നേ, നമുക്ക് പോയി നോക്കാം. നീ വാടി. കർത്താവേ, സിച്ചു. സിച്ചോ? എന്റെ പെങ്ങളാടാ അത്. Tómame la mano que tú eres cosa buena. Esta noche quiero bailar sobre la arena. No soy una ajena, no soy nada más. Ven pa' acá, ven pa' acá. Y ahora, tómame la mano que tú eres cosa buena. Esta noche quiero bailar sobre la arena. No soy una ajena, no soy nada más. സിച്ചോ? പപ്പയെ 2 മിനിറ്റ് നിന്റെ കൈ കൂടെ ഓടിക്കട്ടെ ഞാൻ. ഡി സിച്ചു, നിർത്താനല്ലേ പറഞ്ഞേ നിന്നോട്? വന്നങ്ങോട്ട്. അവനിട്ട് തല്ല നിൽക്കാവള്. വാടി. ചേച്ചി, കയ്യൊന്ന് വിട്ടെ. കൈ വേദനിക്കുന്നു. ഞാനൊന്നും ചെയ്തില്ല. ഓ, ഒന്നും ചെയ്തില്ല. അപ്പൊ ഞങ്ങൾ അവിടെ ഇത്ര നേരം കണ്ടതെന്താ? വേറെ വല്ലതും ആണോ? നീ തന്നെയല്ലേ? ഓ ചേച്ചി, ഞാനൊന്നും ചെയ്തില്ല. അവനാ എന്റെ കൈ കയറി പിടിച്ച. ഞാൻ അവനോട് കൈ വിടാൻ പറഞ്ഞതാ കുറെ തവണ. പിടിച്ചപ്പോ എനിക്ക് കൈ വേദനിച്ചപ്പോ ഞാൻ ദേഷ്യം വന്നിട്ട് തന്നിയതാ. നിനക്ക് അവിടെ ഉണ്ടാക്കുന്ന അടിയൊന്നും പോരെ സിച്ചു. നിനക്ക് ഇവിടെ വന്നിട്ട് ഇനി അടി ഉണ്ടാക്കണോ? ചേച്ചി, നീ ലുക്ക് വെച്ചോന്നൊരു സംശയം. ഗ്ലാമർ വെച്ചിരിക്കുന്നു. എന്താണ് രഹസ്യം? എന്തെങ്കിലും സീക്രട്ട്? ഈ പെണ്ണിന്റെ ഒരു കാര്യം ഒന്ന് പോടി. നാച്ചുറൽ ബ്യൂട്ടി. എന്തിനാണ് പറ്റിച്ചിരിക്കുന്നേ? ആ, ഇനി പരിചയപ്പെടുത്തില്ല എന്ന് പറയണ്ട. ഡിസിച്ചു, ഇതാണ് നിന്റെ അളിയൻ. അളിയ? അളിയനാണോ എന്റെ അളിയൻ?
അതേ പെങ്ങളെ, ഞാനാണ് പെങ്ങളുടെ ആ തങ്കക്കുടം പോലെ തളിയൻ. അളിയ. പെങ്ങളെ, അതെ, ഇവിടെ എന്താ സംഭവം? സ്നേഹപ്രകടനം മനസ്സിലായില്ലേ കണ്ടിട്ട്? മനസ്സിലായി. രണ്ടിന്റെയും തലക്കോളമാണെന്ന് മനസ്സിലായി. ചക്കിക്കത്ത ചങ്കരൻ തന്നെ. ഓ, ആയിക്കോട്ടെ. നിനക്ക് അസൂയയില്ലടി ചേച്ചി. പിന്നെ അസൂയപ്പെടാൻ പറ്റിയ രണ്ട് മുതലുകള്. ആ, നിനക്ക് ഇവരാരെങ്കിലും പരിചയപ്പെടുത്തിയില്ലേ? ഇതാ ബേബൻ, പിന്നെ ഇതാണ് കോളേജ് ഹീറോ ഏതൻ ചേട്ടൻ. നീ കേട്ടിട്ട് നീ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അന്നെപ്പോഴും വിളിച്ചപ്പോ ഞാൻ പറഞ്ഞായിരുന്നു നിന്റെ അടുത്ത്. ആ, എനിക്കറിയാം. അന്ന് നീ വിളിച്ചപ്പോ ഇവരെ പറ്റി തന്നെയായിരുന്നല്ലോ ഫുൾ ചർച്ച. എനിവേ, ഹായ് അഭിചേട്ടാ. ഹായ് ഏതൻ ചേട്ടാ. അല്ല സിസ്റ്റർ, നീ ബോക്സിംഗ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? സീന് ഫൈറ്റ് ആയിരുന്നു. ജാക്സണൊക്കെ ഏറി പറക്കുമായിരുന്നു. ശരിക്കും സീന് ഫൈറ്റ് ആയിരുന്നോ? ശ്ശോ, ഇതൊക്കെ എന്ത്? ഏട്ടൻ എന്റെ റിയൽ ഫൈറ്റ് ആണെങ്കിൽ ബാംഗ്ലൂരിലോട്ട് വാ. അവിടെ ഒരുത്തന്നെ ഞാൻ ഇപ്പൊ പനി കേട്ടിട്ട് അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുന്നുണ്ട്. ആ, എന്ത് എളുപ്പത്തിലാ പറയണതൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന? എങ്ങാനും ചെക്കൻ പോയി കംപ്ലൈന്റ് കൊടുക്കുക നീ ചെയ്ത തെറ്റ് അവന്റെ ഭാഗത്തായതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നീ ഇപ്പൊ ജയിലിൽ കിടന്നിട്ടുണ്ടാവും. ഞങ്ങൾ നിന്നെ ഇറക്കാൻ വരും. ഗായ്സ്, നിങ്ങള് സംസാരിക്കേ, ഞാൻ പോകുന്നു. ഫുട്ബോൾ ടീമിന്റെ കാര്യം നോക്കാനുണ്ട്. എന്താടി, നീ ഏത് ലോകത്താ? അത് തന്നെ, നീ ഇത് ഏത് ലോകത്താ കൊച്ചേ? അല്ല, എന്തിനു നീ ആ പയ്യനെ തല്ലിയേ? ഏയ്, അതൊന്നുമില്ല ഏട്ടാ. ആ, അവനെ തല്ലിയത് അതിപ്പോ എന്താ പറയാ, അവന്റെ കയ്യിലിരിപ്പുണ്ട് തന്നെയാ. അവ എല്ലാ പെൺകുട്ടികളോടും കുറച്ച് മോശമായിട്ടാ പെരുമാറാ. ഷോള് വലിച്ചൂര് അങ്ങനെ ഓരോ. അവ അത് എന്റെ ഇങ്ങോട്ടും ആക്കാൻ വന്നു. എന്നെ കൈപ്പിടിച്ച് വലിച്ചു കിസ് അപ്പോ എന്തെയാ, എനിക്ക് ദേഷ്യം വന്ന് അവന്റെ ഒരെണ്ണം കൊടുത്തു. അപ്പൊ അവൻ എന്നെ തിരിച്ചു തല്ലി. എനിക്ക് ബോഡി പെയിൻ ആയ പിന്നെ എന്താ ചെയ്യുന്നത് എനിക്ക് ഇവിടെ അറിയില്ല. അങ്ങനെ അടിയായി. എന്ത് സിമ്പിളായിട്ടാ പറയുന്നേ. ആ, അതെ, ബെല്ലടിച്ചു. എന്നാ ഞങ്ങളിന്ന് ക്ലാസ്സിൽ പോട്ടെ. നീ പപ്പയുടെ ഓഫീസിലുണ്ടാവില്ലേ? ആ, നിങ്ങളോക്കോ. ഞാൻ ഈ കോളേജൊക്കെ എന്തായാലും ഒന്ന് ചുറ്റി കാണട്ടെ. ഈവനിങ് കാണാം. ബൈ. എവിടെ പോയി? എവിടെയും കാണാനില്ലല്ലോ. ആ, അതവിടെ ഫുട്ബോൾ കളിക്കുന്നു. ഓ, ഉച്ചായോ? ഓ, എന്താ? എന്താന്നോ? എന്താ ചായ ഇങ്ങനൊക്കെ പറയുന്നേ? എന്താണ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ എസ്കേപ്പ് ആയത്? ഇത് നോക്ക് സിയ, നിന്നോട് ഞാൻ കുറെ തവണ പറഞ്ഞിട്ടുള്ളത് ഈ ചായ കൊച്ചായെന്ന് വെച്ചിട്ട് എന്റെ പിന്നാലെ നടക്കുന്നുള്ളത് നിർത്താൻ. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. അതെന്നെ പറച്ചില്ല ചായ. ഞാൻ എത്ര ആയപ്പോ നിങ്ങളുടെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് നിങ്ങളൊന്ന് അക്സെപ്റ്റ് ചെയ്തൂടെ? എപ്പൊ കണ്ടാലും ഇഷ്ടല്ല ഇഷ്ടല്ല ഇഷ്ടല്ല. അവിടെ എന്താ? ഇവർക്ക് രണ്ടുപേർക്കും മുന്നേ അറിയോ? എന്തായാലും ഒന്ന് കേട്ട് നോക്കാം. സ്റ്റോപ്പ് ഇറ്റ് സിയ. നിന്നോട് ഞാൻ കുറെ തവണ പറഞ്ഞതാണ് എന്റെ പിന്നാലെ നടക്കുന്നത് നിർത്താൻ. നീ എന്നല്ല, ഏത് പെണ്ണ് വിചാരിച്ചാലും നീ ഏതെന്റെ മനസ്സിലോട്ട് കയറാൻ സാധിക്കത്തില്ല. ഈ ഏതെന്റെ മനസ്സിൽ അന്നും ഇന്നും എന്നും എന്റെ അന്നയ്ക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. അവിടെ നീ എന്നല്ല, ആർക്കും ആ സ്ഥാനം കീഴടക്കാൻ സാധിക്കില്ല. മനസ്സിലായല്ലോ? നിർത്തിക്കോ എല്ലാം. എന്തിനാ നിങ്ങൾ എന്നോട് ഇങ്ങനെ? നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലോ എനിക്ക് നിങ്ങൾ എത്ര ഇഷ്ടമാണ്. ഒന്ന് മനസ്സിലാക്കിക്കൂടെ? ഇതുവരെയായിട്ട് എന്റെ കൈ നിന്റെ മുഖത്ത് പതിനെട്ടില്ല സിയ. ഇനി ഇതും പറഞ്ഞു തന്നോ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്കിവിടെ അറിയത്തില്ല. മനസ്സിലായല്ലോ? ഓക്കെ, നിങ്ങൾ ഇത്രയും കിടന്ന് പ്രസംഗിച്ചല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ പാടി പുകഴ്ത്തി നടക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, അന്ന. അവളുടെ റിയൽ സ്വഭാവം എന്താ നിങ്ങൾക്കറിയോ? അറിയില്ല. അതറിയാൻ നിങ്ങൾക്ക് ശ്രമിച്ചിട്ടുമില്ല. ഓ, നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. അവള് കള്ളത്തരം മൊത്തം പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയാണല്ലോ. പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാവുന്ന ഒരൊറ്റ ഒരാളാണ് അവൾ. നിങ്ങൾക്ക് അവളെ പറ്റി ഒരു ചുക്കും അറിയില്ല. നിർത്തടി. നീ ആരാ അവളെ പറ്റി പറയാൻ?
അവളെ പറ്റി പറയാനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല. എന്തായാലും അവള് നിന്നെ പോലെയൊന്നും അല്ല. ആ, രണ്ടുപേരും വന്നു. രണ്ടുപേര് ശ്രദ്ധിക്കും. ഞങ്ങള് രണ്ടുപേരും ഇവിടെ ഇല്ല പറഞ്ഞു വീട് തലകീടായി വെക്കരുത്. ഓ, അത് കുറച്ച് ടഫാണ്. ബട്ട് എന്നാലും ട്രൈ ചെയ്യാം അല്ലേ ചേച്ചി? അതെ അതെ. പിന്നെ എന്റെ ഫ്രണ്ട്സ് വരാ പറഞ്ഞിട്ടുണ്ട്. അവര് കുറച്ചു കഴിഞ്ഞിട്ട് വരും. ഓ, ശരി ശരി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ എന്തെങ്കിലും വേണമെങ്കിലോ വിളിക്കണേ. ശരി എന്നാ ഞങ്ങൾ. ഹലോ ഗേൾസ്, ചേട്ടന്മാര് വന്നു. അതിന് ശരി, എല്ലാരും ഉള്ളിലോട്ട് വാ. ഡി സിച്ചു, നീ ഇതാരെയാ നോക്കുന്നേ? ആരെ നോക്കാൻ? ഏട്ടന്റെ അടുത്ത് തോന്നിയതായിരിക്കും. എന്തായാലും രണ്ടുപേരും വാ, ഞാൻ കോഫി എടുക്കാം. എന്നിച്ചാ ഏതനേട്ടൻ എവിടെ? വരും പറഞ്ഞതാണല്ലോ, കണ്ടില്ലാലോ. അവൻ കുറച്ച് കഴിഞ്ഞിട്ട് വരും. അവനെന്തോ സാധനങ്ങൾ എന്തോ വാങ്ങാനുണ്ട് എന്ന് പറഞ്ഞു. ഫുഡൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? തരക്കേടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ആവറേജ്. ഓഹോ, എനിക്കട പട്ടി. നീ ഇപ്പൊ അത്ര കഷ്ടപ്പെട്ട് തിന്നണ്ട. ഇത് ചേച്ചി എന്തോ മതി, പാവേട്ടൻ കഴിക്കട്ടെ. കണ്ടാ, എന്റെ പെങ്ങൾക്ക് മാത്രം എന്നോട് ഇവിടെ സ്നേഹമുള്ളൂ. ഓ, ഒരാങ്ങളും ഞങ്ങളും വന്നിരിക്കുന്നു. ഇനി പോയുടെ ചേക്ക. അല്ല, ഏതനായിട്ട് ഫുഡ് എങ്ങനെയുണ്ട്? സത്യമായിട്ട് പറ. ഫുഡ് അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോ എല്ലാവർക്കും ഗിഫ്റ്റ്. ഞാൻ പോയി പറഞ്ഞട്ടെ. ബൈ. ഇച്ചാ ഉറങ്ങിയോ? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ഇല്ല, എന്താ കാര്യം? വേഗം പറ. എനിക്ക് ഉറങ്ങാനുള്ളതാ. ഇച്ചാന് എന്നോട് വല്ല ദേഷ്യവും? ഉണ്ടെങ്കിൽ ആദ്യം നീ എന്നെ ഇച്ച എന്ന് വിളിക്കുന്ന നിർത്തി. എനിക്കത് കേൾക്കുമ്പോ ഉണ്ടല്ലോ. എന്തിനാ ഇച്ചാ എന്നോട് ഇത്ര ദേഷ്യവും വെറുപ്പൊക്കെ? ഞാൻ എന്താ ചെയ്തേ? ഒരാളെ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ഇത്രയും വലിയ തെറ്റാണോ? ഞാൻ എപ്പോഴും ഇച്ചാനോട് തമാശക്കല്ലാതെ സീരിയസ് ആയിട്ട് എപ്പോഴും ഞാൻ ഫോഴ്സ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ എന്നെ തിരിച്ചിഷ്ടപ്പെടുന്നു? തമാശക്കല്ല ഞാൻ എപ്പോഴും പറയാം. വിട്ടു കളഞ്ഞതാ അമ്മയ്ക്ക് വേണ്ടിയിട്ട്. നിങ്ങളുടെ റിലേഷനിലാന്ന് അറിഞ്ഞപ്പോ ഞാൻ മറക്കാൻ ശ്രമിച്ചതല്ലേ. പക്ഷെ അവള് ചതിക്കെന്ന് അറിഞ്ഞപ്പോ എനിക്ക് തോന്നിയില്ല വിട്ടു കൊടുക്കാൻ. അതാ. സ്റ്റോപ്പ് ഇറ്റ് സിയ. ഞാൻ നിന്നോട് 1000 തവണ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്ത് വരണ്ടാന്ന്. ഈ ഏതൻ ആത്മാർത്ഥമായി ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ അന്നം മാത്രമായിരിക്കും. നീ നീ ഒറ്റ ഒരുത്തി കാരണല്ലേടി അവൾ ഇന്ന് എൻ്റെ ഒപ്പം ഇല്ലാതെ. അവൾ ഇന്ന് എൻ്റെ ലൈഫിൽ നിന്ന് പോയത്. നീ നീ കാരണമല്ല എല്ലാം. അതെ, ഞാനാ തെറ്റത്. ഞാനെല്ലാം ചെയ്തത്. ശരി, പറ. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? അതും കൂടി പറ, ഞാൻ ചെയ്തോളാം. വലുതായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്റെ ലൈഫിനൊന്ന് പോയി തരാൻ പറ്റും. ഇനി ശല്യപ്പെടുത്തുന്നത് നിർത്തോ. അത് മാത്രം ഒന്ന് ചെയ്ത് തന്നാ മതി. ഇച്ചായന്റെ ലൈഫിൽ ഞാൻ പോയി തന്നേക്കാം. അതാ ഇഷ്ടമെങ്കിൽ. പക്ഷെ ഒരു അപേക്ഷയുണ്ട്. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വെറുക്കരുത്. ഇച്ചായനെ വെറുത്താൽ അതെനിക്കൊരിക്കലും താങ്ങാൻ പറ്റത്തില്ല. പിന്നെ ഇഷ്ടവും സ്നേഹം എന്നൊക്കെ പറയുന്ന ഒരാളുടെ നമുക്ക് പിടിച്ചു വാങ്ങാൻ പറ്റത്തൊന്നുമില്ലല്ലോ. അത് പിടിച്ചു വാങ്ങിയ അതിന് ആയുസ് ഉണ്ടാകത്തില്ല. പിന്നെ ഈ സ്വന്തമാക്കുന്നത് മാത്രമല്ലല്ലോ പ്രണയം, വിട്ടു കൊടുക്കുന്നതും പ്രണയമല്ലേ. ഞാൻ എന്റെ പ്രണയത്തെ വിട്ടുകൊടുക്കുന്നു. ആ, എണീറ്റോ നീ? എന്ത് ഉറക്കായിരുന്നു കൊച്ചേ?
പിന്നെ റയാന പറഞ്ഞേ വിളിക്കണ്ട, അവൾ ഉറങ്ങിക്കോട്ടെ എന്ന്. അവരൊക്കെ പോയി. എനിക്ക് എന്ത് പറ്റി നിനക്ക്? ഏയ് ഒന്നുമില്ല ചേച്ചി, ചെറിയൊരു തലവേദന. അവരൊക്കെ പോയോ? ആ അവര് പോയി. പിന്നെ ഹോസ്പിറ്റലിൽ പോണോ? തല നല്ല വേദനയ്ക്കുണ്ടെങ്കിൽ പറ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ. ഏയ് വേണ്ട ചേച്ചി. പിന്നെ ചേച്ചി ഞാനൊന്ന് തിരിച്ചു പോവാ. പിന്നോ? ഇത് പെണ്ണെ, നീ 2 മാസം ഉണ്ടാവാൻ പറഞ്ഞിട്ടല്ലേ വന്നേ, പിന്നെ ഇപ്പൊ എങ്ങോട്ടാ? ഞാൻ വിടത്തില്ല നിന്നെ. അവള് വന്നോടെ പോവാൻ നിക്ക. ചേച്ചി പ്ലീസ്, എന്നോട് കൂടുതലൊന്നും ചോദിക്കല്ലേ. ഞാൻ ഇവിടെ നിന്ന് പോട്ടെ. എന്തേലും കാണിക്കേ, ഞാനൊന്നും പറയാൻ വരുന്നില്ല. വേണ്ട ചേച്ചി, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഇനി ഒരിക്കലും എന്റെ ലൈഫിലോട്ട് ഒരു സെറ്റിലായിട്ട് പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വേണ്ട, ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് തന്നെയാണ് നല്ലത്. ഡി ലച്ചു, എന്താടി വിളിച്ചിട്ട് വേഗം വരാൻ പറഞ്ഞേ? ഇവളെങ്ങോട്ടാ ഈ ബാഗൊക്കെ എടുത്തിട്ട്? ഡി നീ എങ്ങോട്ടോ? അത് പിന്നെ ഏട്ടാ, ഞാൻ തിരിച്ചു പോവാ. നീ എന്തിനാ എന്നെ നോക്കുന്നേ? എനിക്കൊന്നും അറിയത്തില്ല എന്താ സംഭവം. നീ തന്നെ പറ നിന്റെ പെങ്ങളോട്. ഡി സിച്ചു, എന്താ സംഭവം? പെണ്ണെ കളിക്കാണ്ട് കാര്യം പറഞ്ഞേ. ഏട്ടാ പ്ലീസ്, എന്നോടൊന്നും ചോദിക്കല്ലേ. ഞാൻ പോകുന്നതാ. എല്ലാവർക്കും നല്ലത്. ഓക്കെ, നിനക്ക് ഏതെല്ലാം എങ്ങനെ അറിയാം? നിനക്കെന്നെ വയ്യേ? അവൾക്ക് എങ്ങനെയാണ്? അവൾ ഇവിടെ വന്നിട്ടല്ലേ പരിചയപ്പെട്ടെ. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ലച്ചു, നീ ഒരു 5 മിനിറ്റ് ഒന്നും മിണ്ടാതിരുന്നു. സിച്ചു പറ, നിനക്കും ഏതിനും തമ്മിലുള്ള പ്രശ്നം എന്താ? എന്റെ മുഖത്ത് നോക്കി സത്യം പറ. പറയാം. എനിക്ക് ഏതിനായിട്ട് നിന്നെ അറിയാം. +2 ഒക്കെ കഴിഞ്ഞ് ഞാൻ വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ബാംഗ്ലൂര് കോളേജ് നോക്കാൻ വേണ്ടി പോയായിരുന്നു. അവിടെ ഞങ്ങളൊരു പള്ളി കണ്ടപ്പോ ഒന്ന് തൊഴുതാൻ കേറിയതായിരുന്നു. അവിടെ വെച്ചിട്ടാ ഞാൻ ഫസ്റ്റ് ടൈം ഏകനേട്ടനെ കാണുന്നത്. അറിയില്ല, ആരോടും തോന്നാത്ത എന്തോ ഏകനേട്ടന്റെ ആ മുഖം, കണ്ണ്, ചിരി എല്ലാം. ഞാനപ്പോ ഏട്ടനേട്ടനെ നോക്കുമ്പോ ഏട്ടനൊരു കുഞ്ഞു കുട്ടിയുടെ കരച്ചിലെന്തോ മാറ്റായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ അത് ശ്രദ്ധിച്ചു നിന്ന് പെട്ടെന്ന്. അറിയില്ല, എന്തോ ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് വെറുമൊരു ഇൻഫാക്ച്വേഷൻ ആണ്, മറന്നു പോകുന്നു. ഞങ്ങള് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിച്ച് കോളേജിൽ പോയപ്പോ ഞാൻ അവിടെ വെച്ച് ഏട്ടനേട്ടനെ കണ്ട്. ഞാൻ എന്റെ ഫ്രണ്ടിനോട് കാര്യം പറഞ്ഞു. അവള് ജസ്റ്റ് അതൊരു തമാശയൊക്കെ എടുത്തു. അവൾ എന്നോട് അതൊരു തമാശയാണ് പറഞ്ഞു വിട്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തു ഒരു 1 വീക്കോളം. എന്റെ മനസ്സിൽ മൊത്തം ഏജന്റിന്റെ മുഖം പറയാൻ തുടങ്ങി, കണ്ണ്, ചിരി എല്ലാം. അപ്പൊ എനിക്ക് മനസ്സിലായി അതൊരു ഇൻഫാക്ച്വേഷൻ അല്ല. എനിക്ക് ഏജന്റിനോട് ശരിക്കും പ്രണയമാണെന്ന് ഞാൻ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. പിന്നെ മനസ്സിൽ തന്നെ അതങ്ങ് ഒരു അഡിക്ഷനായി മാറി. വിട്ടെടുക്കാനും വിട്ടുകളയാനും തോന്നാത്ത അവസ്ഥയിൽ. ശരി, ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവളും ഫുൾ സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് കോളേജ് നോക്കാൻ വേണ്ടി വന്ന് ഞങ്ങളവിടെ 2 മാസത്തോളം നിന്നു. എപ്പോഴും ആ കോളേജിൽ പോകും. ആദ്യം വിചാരിച്ചത് ഏതനായിട്ട് ആ കോളേജിലാണ് പഠിക്കുന്നതെന്ന്. പിന്നെ മനസ്സിലായി ഏകനേട്ടന്റെ ആള് പഠിക്കുന്ന കോളേജ് അതെന്ന്. അന്ന അതായിരുന്നു ആ ചേച്ചിയുടെ പേര്. ഇവര് എന്റെ റിലേഷനിലാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ മറക്കാൻ ശ്രമിച്ചതല്ല, വിട്ട് കൊടുത്തതാ ഞാൻ അവൾക്ക്. പക്ഷേ ആ ചേച്ചി ഏട്ടനെ ചതിക്കാന്നറിഞ്ഞപ്പോ എനിക്കെന്തോ താങ്ങിയില്ല. ഏതിനേട്ടന്റെ മനസ്സ് വേദനിക്കുന്നത് കാണാൻ പറ്റാത്തോണ്ടാ തോന്നുന്നു. അവരുടെ ആ റിലേഷൻ ഞാൻ ബ്രേക്കപ്പ് ആക്കി കളഞ്ഞു. അത് ഏതിനേട്ടൻ അറിഞ്ഞു. ഇവര് രണ്ടുപേരും പിരിയാൻ കാരണം ഞാനാണെന്ന് വിചാരിച്ചിട്ട്.
ഏതിനായിട്ട് എന്നോട് വന്ന് സംസാരിച്ചു വന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഏട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. അന്ന് ഇതിനായിട്ട് എന്നെ തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഞങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ വന്ന ഒരു ശത്രുവാണ്, ഞങ്ങളെ പിടിക്കാൻ വന്നതാ പറഞ്ഞു. ഏതിനായിട്ടന്നെ ആ ചേച്ചിയുടെ സ്വഭാവം അറിയില്ലായിരുന്നു, അതൊരിക്കലും അറിയാൻ ശ്രമിച്ചിട്ടുമില്ലായിരുന്നു. എന്നാ നിനക്ക് ഏതിനോട് സത്യം മൊത്തം പറയായിരുന്നില്ലേ? എന്ത് പറയാൻ, വിശ്വസിക്കത്തില്ല ഒന്നും. ഞാൻ എന്ത് പറഞ്ഞാലും അവരെ പിടിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഓരോ കള്ളങ്ങളാണേ പറയത്തുള്ളൂ. എന്റെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഇന്നല്ലെങ്കിൽ നാളെ ഏട്ടൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി എന്റെ അടുത്തോട്ട് വരുന്നു. പക്ഷേ ഞാനതില് തോറ്റുപോയി. എനിക്ക് മനസ്സിലായി ഏട്ടൻ ഒരിക്കലും എന്നെ മനസ്സിലാക്കത്തില്ല എന്ന്. വേണ്ട, ഇന്ന് ആരുടെ ലൈഫില് ഒരു ശല്യമായിട്ട് ഞാനില്ല. മറക്കാം, എല്ലാം ബുദ്ധിമുട്ടാണെന്ന് അറിയാം. പക്ഷേ വിട്ട് കൊടുക്കലേ പറ്റൂ. ഒരാളുടെ ലൈഫിലോട്ടും തിരിച്ചു കയറാനൊന്നും പറ്റത്തില്ലല്ലോ. എന്നാ പിന്നെ ശരി, ബസ് വന്നു, ഞാൻ പോവട്ടെ. ഏട്ടാ ചേച്ചി ബൈ. ലച്ചു, നീ കരച്ചിലൊന്നെടുത്ത് നീ വീട്ടിൽ പോകുന്നത്. ഞാൻ ഏതനെ കണ്ടിട്ട് വരാം. അവൻ ഈ സത്യങ്ങളൊക്കെ എന്തായാലും അറിയണം. ഞാൻ അവനെ കണ്ട് ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കട്ടെ. എന്താടാ വിളിച്ചേ? ഈ കടല കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിട്ടാണോ വിളിച്ചേ? ഡാ, നിനക്ക് സിയെ എങ്ങനെ അറിയാം? സത്യം മാത്രം പറ, നിനക്ക് എങ്ങനെ അവളെ അറിയാം? അവള് ചെറുത്തി കാരണം ഞാനും അന്നയും തമ്മിൽ പിരിഞ്ഞത്. ഞങ്ങള് പിരിയാൻ കാരണമേ അവളാ. എന്നാ കേട്ടോ, ഇതൊന്നുമല്ല സത്യം, ഇത് മൊത്തം കള്ളവോ. അവള് നിന്നെ അന്നേയൊന്നും പിരിച്ചതല്ല, അവളിൽ നിന്ന് രക്ഷിച്ചതാന്ന് വേണമെങ്കിൽ പറ. അല്ല, നീ ഇടക്കിടക്ക് നിന്റെ അന്നയെ കാണാൻ വേണ്ടി പോവാറുണ്ടല്ലോ. അവളെ പറ്റി, അവളുടെ സ്വഭാവം എന്താ നീ വല്ലപ്പോഴും അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ല, നീ അന്വേഷിക്കാൻ നിന്നിട്ടില്ല. അവളുള്ള കള്ളങ്ങളൊക്കെ പറഞ്ഞ് നിന്നെ വിശ്വസിപ്പിച്ച് നിർത്തിയിരിക്കുകയായിരുന്നില്ലേ ഒരു ദിവ്യപ്രേമം. എന്നാ കേട്ടോ, ഇതാ സത്യം. ഇല്ല, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലടാ. എന്റെ കർത്താവ്, ഞാൻ സിയെ എത്രമാത്രം വേദനിപ്പിച്ചടാ ഇതും പറഞ്ഞിട്ട്. ഈശോയെ, നീ ഇങ്ങനെ കരയല്ലേ. എടാ, അവൾക്ക് നിന്നെ എത്ര ഇഷ്ടമെന്നറിയോ? അവളുടെ ജീവനാടാ നീ അവൾക്ക്. ഏതാ, ഒരു കാര്യം പറയട്ടെ, നിനക്ക് അവളോട് ഒരു തരി ഇഷ്ടമെങ്കിലും നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അവസാനത്തെ ചാൻസ് ആയിരുന്നു നിന്റെ. ഇപ്പൊ നിനക്ക് ഇവിടുന്ന് പോയ അവളെ കാണാൻ പറ്റും, അല്ലെങ്കിൽ അവളെ എന്നേക്കുമായി മറക്കേണ്ടി വരും. ഇല്ല, ഇനി ഞാൻ അവളെ വിട്ടു കൊടുക്കില്ല. ആർക്കും ഒന്നിനും വേണ്ടി അവളെ ഞാൻ വിട്ടു കൊടുക്കത്തില്ല. എന്തുപറ്റി, ബസ് എന്താ സ്റ്റോപ്പായ? സിയവ, ഞാനൊന്ന് പോവാൻ പറഞ്ഞ എന്നെ എല്ലാം മറന്നിട്ട് നീ പോകുന്നു. ഇച്ചാന് തോന്നുന്നുണ്ടോ ഇച്ചാനെ മറന്നിട്ട് പോകുന്നു? അതിന് സിയക്ക് ഈ ജന്മം എന്തായാലും കഴിയത്തില്ല. പിന്നെ ഇച്ചാനല്ല പറഞ്ഞു ഇച്ചാന്റെ ലൈഫിൽ ഞാനൊരു ശല്യമാണെന്ന്. ഇച്ചാനെ ബുദ്ധിമുട്ടിക്കണ്ട പറഞ്ഞിട്ടാ ഞാൻ പോയി തരാന്ന് വിചാരിച്ചു. ഇച്ചായ, I love you, Sia. I'm sorry.
എവിടെ പോയി കാണാനില്ലാലോ. ഡി ലച്ചു, നീ ഇപ്പോഴും കരഞ്ഞോണ്ടിരിക്കുക? ഞാനൊന്നും കരഞ്ഞിട്ടില്ല, ഇച്ചാനൊക്കെ തോന്നിയതാ. ആ, കണ്ണുനീര് തുടച്ചിട്ട് പറ. പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, അവര് സെറ്റായി. ഏ, ശരിക്കും ഇപ്പോഴൊന്ന് സമാധാനായത്. വൈകിയാണെങ്കിലും സെറ്റായല്ലോ. അതെ അതെ, നീ കേട്ടിട്ടില്ലേ, ചെല്ലിഷ്ടം അങ്ങനെയാടി, സ്ലോ ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. സ്ലോലി ലവ്.